തൃശ്ശൂരിൽ ജനാധിപത്യം അട്ടിമറിച്ച് കള്ള വോട്ടിലൂടെയാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്ന കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ മുതൽ ഞങ്ങൾ പറയുന്നതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ബി.ജെ.പിയുടെ നേതാക്കന്മാർ അവരുടെ കുടുംബാംഗങ്ങളെ, ബി.ജെ.പിയുടെ അനുഭാവികളെ തൃശ്ശൂർ പാർലമെൻറ്റിന് പുറത്തുള്ള ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, ചാലക്കുടി, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ ഈ 6 നിയോജക മണ്ഡലങ്ങളിലെ ബി.ജെ.പിയുടെ പ്രവർത്തകന്മാർ, ഉന്നത ബി.ജെ.പി നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾ, അങ്ങനെയുള്ള ആയിരക്കണക്കിന് ബി.ജെ.പി അനുഭാവികളെ തൃശ്ശൂർ പാർലമെൻറ്റിനകത്ത് ഒട്ടനവധി ബൂത്തുകളിൽ കള്ള വോട്ടായി അവർ വോട്ട് ചേർത്തി. അതിൽ പ്രധാനപ്പെട്ട ഒരു പോരായ്മ അന്നുണ്ടായത്, തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് വോട്ട് ചേർക്കുമ്പോൾ ഹിയറിംഗ് ഉണ്ടായിരുന്നില്ല. ഹിയറിംഗ് ഇല്ലാതെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വോട്ട് ചേർത്തത്. സ്വാഭാവികമായും ഹിയറിംഗ് ഇല്ലാതെ വരുമ്പോൾ ചേർക്കുന്ന വോട്ടുകളെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. വോട്ടർ പട്ടിക പുറത്തു വന്നതിന് ശേഷം പോലും അത് കൃത്യമായി പഠിച്ച് ഞങ്ങൾ അന്നേ ഈ കാര്യത്തിൽ ഞങ്ങൾക്കുള്ള പരാതി കൃത്യമായി ബോധിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും, അന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു ഞാനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ശ്രീ ടി.എൻ. പ്രതാപൻ, അന്നത്തെ MP, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലും കളക്ടറുടെ മുന്നിലും പരാതി കൊടുത്തതാണ്. അയ്യന്തോളിൽ 37-ാം നമ്പർ ബൂത്തിൽ 79 വോട്ട് കള്ളവോട്ട് ഞങ്ങൾ കണ്ടെത്തി. തെരഞ്ഞെടുപ്പിന് മുമ്പ് തലേ ദിവസം കൃത്യമായി ആ വോട്ട് ചെയ്യിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കൃത്യമായി അത് പരാതി കൊടുത്ത് അത് പറഞ്ഞപ്പോൾ ആ 79 വോട്ടിൽ ഒരു വോട്ട് ഒഴികെ 78 വോട്ടും ചെയ്യാൻ കഴിയാതെ അവർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. പക്ഷേ ബൂത്ത് നമ്പർ 36 ഉൾപ്പെടെ ഒരുപാട് ബൂത്തുകളിൽ സമാനമായ രീതിയിൽ വോട്ടർമാരെ ചേർത്തി ആ വോട്ടർമാരെല്ലാം വോട്ട് ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായത്. 1275 ബൂത്തുകളുള്ള തൃശ്ശൂർ പാർലമെന്റിൽ 642 ബൂത്തുകളിൽ ബി.ജെ.പി വ്യാപകമായി കള്ളവോട്ട് ചേർത്ത് ഇല്ലാത്ത സമ്മതിദാനാവകാശം ഉപയോഗപ്പെടുത്തി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജോസ് വള്ളൂർ, ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, ഇപ്പോ ബൂത്ത് നമ്പർ 37 കള്ളവോട്ട് വ്യാപകമായി ചേർത്തു, 79-ൽ 78 പേരെയും നിങ്ങൾ വോട്ട് ചെയ്യുന്നതിൽ തടഞ്ഞു എന്ന് പറയുന്നു. 36-ലടക്കം പലയിടത്തും അങ്ങനെ വ്യാപകമായി വോട്ട് ചെയ്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള ബൂത്തിലൊന്നും ബൂത്ത് ഏജന്റുമാർ ഇല്ലായിരുന്നോ? ബൂത്ത് ഏജന്റുമാർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഹിയറിംഗ് നടത്താത്ത കൊണ്ട് ഇതിലെ യഥാർത്ഥ വോട്ടർമാർ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. പിന്നെ മാത്രവുമല്ല, ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് നിന്ന് മാറി വേറെ താമസ സ്ഥലത്ത് മാറി അവിടെ പോയി വോട്ട് ചേർക്കുക എന്ന് പറഞ്ഞാൽ ചോർക്കുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷേ എനിക്ക് മുമ്പുണ്ടായിരുന്ന വോട്ട് ഞാൻ ഒഴിവാക്കണം. ഇവിടെ കൃത്യമായി ഞാൻ പറയുന്നു, വേലൂർ പഞ്ചായത്തിൽ, കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ വേലൂർ പഞ്ചായത്തിലെ 158-ാം ബൂത്തിൽ ബി.ജെ.പിയുടെ പ്രാദേശിക നേതാക്കന്മാർ 5 പ്രാദേശിക നേതാക്കന്മാർ, 158-ാം ബൂത്തിലുള്ള 5 പ്രാദേശിക നേതാക്കന്മാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പാർലമെന്റിനകത്തെ വിയ്യൂർ പ്രദേശത്തെ വിയ്യൂർ NSS കരയോഹം പോളിംഗ് സ്റ്റേഷനിൽ വിയ്യൂർ 5-ാം നമ്പർ ബൂത്തിൽ 3 പേര് അവിടെ വോട്ട് ചെയ്തു. അതുപോലെ തന്നെ വേലൂർ 158-ാം ബൂത്തിലെ വോട്ടറായ 2 വോട്ടർമാർ പൂങ്കുന്നം 36-ാം നമ്പർ ബൂത്തിലെ ഹരിശ്രീ സ്കൂളിൽ 2 പേര് വോട്ട് ചെയ്തു. അപ്പൊ വേലൂർ അവർക്ക് വോട്ടിടുന്നുള്ള കാര്യം ഇപ്പോഴത്തെ വേലൂരിലെ വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ട്. ഇതേ സെയിം പേരുകൾ തൃശ്ശൂർ പാർലമെന്റിനകത്തുള്ള തൃശ്ശൂർ അസംബ്ലിയിലെ ബൂത്ത് 36-ലും ബൂത്ത് 5-ലും ഈ 2 ബൂത്തിലും ഈ വോട്ടർമാരുണ്ട്. അപ്പൊ 2 സ്ഥലത്ത് വോട്ടർമാരുണ്ടാകുക, ഇരട്ട വോട്ട് എന്ന് പറയുന്നതാണ് സംഭവം.